അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, 74-ാമത്തെ അധ്യായം അൽ മുദ്ദസ്സിർ. ആ മുദ്ദസ്സിർ സൂറയിലെ ആദ്യത്തെ 25 ആയത്തുകളെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പരാമർശിച്ചത്. അതിലെ ജബ്ബാറിൻ്റെ പരിഹാസവും അതുപോലെ തന്നെ അയാളുടെ തെറിപറച്ചിലുമൊക്കെ സംബന്ധിച്ച് ആണ് പറഞ്ഞു വന്നിരുന്നത്. ജബ്ബാറിനുള്ള ഒരു സവിശേഷത, അയാൾക്ക് അറബി അറിയില്ല എന്നതോടൊപ്പം തന്നെ ഖുർആൻ മര്യാദക്ക് ഓതാൻ പോലും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അയാൾ ഖുർആൻ ഓതിക്കൊണ്ട് അല്ല അയാൾ ഇതിനെ വിമർശന വിധേയമാക്കുന്നത്. പരിഭാഷ നോക്കി വായിക്കുന്നു. ആ വായന പോലും ഒരു മലയാള പുസ്തകം വായിക്കുന്ന രീതിയിലുമല്ല വായിക്കണമെന്നുള്ള. ഇയാൾ ഇംഗ്ലീഷ് ചിലപ്പം വായിക്കാറുണ്ട്. വിശേഷിച്ചും വാഹിദിയുടെ അസ്ബാബുൻ നുസൂൽ, ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഉള്ള ഭാഗത്തിന് ആ ഗ്രന്ഥത്തിനുള്ള ഇംഗ്ലീഷിലെ പരിഭാഷയാണ് അയാൾ വായിക്കാറുള്ളത്. എന്നാൽ ആ ഇംഗ്ലീഷ് വായിച്ചിട്ട് ഇംഗ്ലീഷ് വായിക്കണതിൻ്റെ ഒരു ഭംഗിയും തൊടിപ്പൊന്നുമില്ല. എന്നാൽ അതിന് പൂർണ്ണമായിട്ട് അർത്ഥം പറയാറുണ്ടോ? അതുമില്ല. അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ അങ്ങനെയാണ് അയാൾ ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ഇതന്നെയാണ് മലയാളത്തിൻ്റെ അവസ്ഥ. ഖുർആൻ ഏതായാലും അയാൾ വായിക്കാറില്ല, ഓതാറില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഖുർആനിനെ വിമർശന വിധേയമാക്കുന്നത് എന്നതിലെ വൈരുദ്ധ്യം അത് അവിടെ നിൽക്കട്ടെ. അയാൾ ഈ സൂറയിലെ മുദ്ദസ്സിറിലെ 24-ാമത്തെ ആയത്ത്, ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ. ഈ ഫഖാല വലീദ് പറഞ്ഞു. വലീദാണല്ലോ ഇവിടെ പശ്ചാത്തലത്തിലുള്ള കഥാപാത്രം. വലീദ് പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ, ഇതൊരു മുഅ്സറായിട്ടുള്ള സിഹ്ർ മാത്രമാണ്. എന്താണ് സിഹ്റുൻ യൂസർ എന്ന് പറഞ്ഞാൽ? അറബി ഭാഷയിൽ സിഹ്ർ എന്ന് പറയുന്ന ഈ പദത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, അല്ലെങ്കിൽ സിഹ്റിന് ഒരുപാട് ഇനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ കൂടോത്രമുണ്ട്, മാരണമുണ്ട്, ജാലവിദ്യ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് വളർത്തിയെടുത്തിട്ടുള്ള ഹിപ്നോട്ടിസം പോലുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് പ്രഭാഷണത്തിലുള്ള വശ്യത എന്ന് പറയുന്നത്. ഈ പ്രഭാഷണത്തിലുള്ള വശ്യതക്കും അറബി ഭാഷയിൽ സിഹ്ർ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ ഉദ്ധരിച്ച് വന്നിട്ടുള്ളത് ഇന്ന ഫിൽ ബയാനില സിഹ്റ എന്നാണ്. ബയാൻ എന്ന് പറഞ്ഞാൽ പ്രസംഗം, പ്രഭാഷണം. പ്രഭാഷണത്തിൽ വശ്യതയുണ്ട് എന്നാണ്. അവിടെ സിഹ്ർ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഖുർആൻ എന്ന് പറയുന്നത് വലീദ് പറയുന്ന സിഹ്ർ, അതും അസറ എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കുക എന്നാണ്. അപ്പം മറ്റാളിൽ നിന്നോ ഉദ്ധരിച്ചിട്ടുള്ള സിഹ്റാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ജാലവിദ്യയാണ് അല്ലെങ്കിൽ കൂടോത്രമാണ് എന്ന അർത്ഥത്തിലല്ല ഇവിടെ സിഹ്ർ ഉപയോഗിച്ചിട്ടുള്ളത്. മുഹമ്മദിനെ മറ്റാരോ പറഞ്ഞു കേൾപ്പിച്ചതും മുഹമ്മദിന് ചൊല്ലിക്കൊടുത്തതുമായിട്ടുള്ള വാക്യങ്ങൾ അദ്ദേഹം മറ്റാരിൽ നിന്നോ പകർത്തിയെടുത്ത് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെന്നാണ് വലീദ് ഈ എല്ലാ വിധത്തിലുള്ള കരണം മറിച്ചുകൾക്കും ശേഷം ആദ്യം അയാൾ പറഞ്ഞതെന്തായിരുന്നു? ഇന്ന ലഹു ലഹലാവ, ഈ ഖുർആനിന് വല്ലാത്തൊരു മാധുര്യമുണ്ട്. വഇന്ന അലൈഹി ലതിലാവ, അതിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്.
വഇന്നഹു യഅലു വലാ യുഅല, അത് വിജയിക്കും, അതിനെ പരാജയപ്പെടുത്താനാവുകയില്ല. വഇന്ന അലാഹു ലമുസ്മിർ വഇന്ന അഗ്ദാഹു അസ്ഫലഹു ലമുഗ്ദിഖ്, അതിൻ്റെ ഉപരിതലം, അതിൻ്റെ ചില്ലകൾ അത് കായ്ക്കുകയും അതിൻ്റെ അടിവേര് ഭൂമിയിൽ വളരെ ആഴത്തിലേക്ക് ആണ്ടിറങ്ങുകയും ചെയ്തിട്ടുള്ളതാണ്, അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ വലീദ് അബൂജഹലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അയാൾ കരണം മറിയുകയാണ്. ആ കരണം മറിച്ചിലാണ് അയാൾ പറയുന്നത്, എന്താ പറയണത്, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ. ഇവിടെ സിഹ്റുൻ യൂസർ എന്ന് പറഞ്ഞാൽ മറ്റാരിൽ നിന്നോ ഉദ്ധരിച്ചിട്ടുള്ള ഒരു പ്രഭാഷണം, ആളുകളെ വശീകരിക്കാൻ പറ്റുന്ന ഒരു പ്രഭാഷണമാണ്. എന്തുകൊണ്ടാണ് വലീദ് ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ എന്ന പദം പ്രയോഗിച്ചത്? അതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ജബ്ബാർ പറയുന്നത് പോലെ ഖുർആനിൽ യാതൊരു വശ്യതയില്ല, ഖുർആനിൽ യാതൊന്നുമില്ല, അതിൽ ആശയമില്ല, അർത്ഥമില്ല, അതെന്തോ ചില വാക്കുകൾ വാരി വലിച്ച് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലാണ് ഖുർആനുള്ളതെങ്കിൽ വലീദൊരിക്കലും മിൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ, മറ്റാരിൽ നിന്നോ ഉദ്ധരിക്കുന്ന ആളുകളെ വശീകരിക്കാൻ പോകുന്ന ഒരു സിഹറാണ്, ഒരു വശ്യത മുറ്റിയിട്ടുള്ള പ്രഭാഷണമാണ് എന്നൊരിക്കലും വലീദ് പറയുമായിരുന്നില്ല. അപ്പം വലീദ് ഇതിനെ തള്ളിപ്പറയുമ്പോഴും വലീദ് ഇതിൻ്റെ മഹത്വം തന്നെയാണ് അപ്പോഴും അവിടെ പറയുന്നത്. ഇത് സിഹറാണ് എന്ന് പറഞ്ഞാൽ ആളുകളെ വശീകരിക്കാൻ പോകുന്നൊരു സാധനമാണ് എന്നാണ്. എന്നിട്ട് പിന്നെ അയാൾ പറഞ്ഞത് ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബഷർ, ഇത് മനുഷ്യൻ പറയുന്നതാണ്, ദൈവികമല്ല. അതിലാണ് കാര്യമായിട്ട് ഉണ്ടെങ്കിൽ തന്നെ ഖുർആനിന് വിരുദ്ധമായിട്ട് വലീദിൻ്റെ ഒരു ആക്ഷേപമോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഉള്ളത് എന്ന് പറയാം. ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്, ദൈവികമല്ല എന്നാണ് അയാൾ അവസാനം പറഞ്ഞു വെക്കുന്നത്. അത്രത്തോളം അയാൾ പറയാനുള്ള കാരണം അത് തഫ്സീറുകളിൽ ചരിത്രത്തിലൊക്കെ ഉദ്ധരിച്ച് വന്നിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജബ്ബാറിൻ്റെ ഈ ആക്ഷേപ സ്വഭാവത്തിലുള്ള ഈ സംഗതിയിലും അത് ജബ്ബാറും പറയുന്നുണ്ട്. എന്നിട്ട് ജബ്ബാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്നാണ്. ആ ചാക്കിട്ട് പിടുത്തത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ജബ്ബാർ ഇവിടെ പറയുന്ന മറ്റൊരു സംഗതി, തുടർന്നുള്ള ആയത്ത്, അതായത് 25-ാമത്തെ ആയത്താണ് ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബഷർ എന്നിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചാഞ്ഞ, അതായത് ഇസ്ലാമിലേക്ക് ചാഞ്ഞ ആളാണല്ലോ വലീദ്. ആ വലീദിൻ്റെ മനസ്സിൽ ഈമാൻ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നില്ലേ എന്നാണ് ജബ്ബാറിൻ്റെ ചോദ്യം. ഇതിന് വിശുദ്ധ ഖുർആൻ പറയുന്ന മറുപടി എന്താണ്? ഖുർആൻ ആവർത്തിച്ച് പറയുന്നൊരു മറുപടിയുണ്ട്. ഇത് ജബ്ബാർ മാത്രമല്ല, അന്നത്തെ ഖുറൈശികൾ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ദൈവം അള്ളാഹുവിന് അങ്ങനെ വേണമെങ്കിൽ ഞങ്ങളായിട്ട് ആക്കിയാൽ മതിയായിരുന്നില്ലേ? എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ശിർക്കിലും കുഫറിലും ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഒന്നും ഏർപ്പെടുമായിരുന്നില്ലല്ലോ എന്ന് ഇന്ന് ജബ്ബാർ പറയും പോലെ അന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ മക്കയിലെ മുശ്രിക്കുകൾ, മദീനയിലെ ജൂത പുരോഹിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഇതൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല. ഇതിനൊക്കെ ഖുർആൻ മറുപടി പറയണത് എന്താ? ഒന്ന്, അള്ളാഹുവിൻ്റെ തീരുമാനം, അവൻ്റെ ഖദർ, അതിവിടെ മനുഷ്യന് തീരുമാനിക്കാൻ കഴിയുന്നൊരു സംഗതിയല്ലാണുള്ളതാണ്. അള്ളാഹു ഒരു സൃഷ്ടാവാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ശില്പിയാണെങ്കിൽ ഇതിൻ്റെ ശില്പി എന്നുള്ളവർക്ക് അള്ളാഹുവിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുണ്ട്. അത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലുണ്ട് ആ പ്ലാനിങ്. ഈ പ്ലാനിങ് എന്താണ്, എങ്ങനെയാണ് അത് അള്ളാഹു കൈകാര്യം ചെയ്യുന്നത്, ഇത് കണ്ടെത്താൻ മനുഷ്യന് കഴിയില്ല. കാരണം മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്താശക്തിയും എന്ന് പറഞ്ഞാൽ അതിനൊരു പരിമിതിയുണ്ട്. ആ പരിധിയിൽ നിന്നും മാത്രമേ മനുഷ്യന് ചിന്തിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും കഴിയുള്ളൂ. അപ്പം മനുഷ്യൻ അവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടി, അവൻ്റെ ജന്മനാ തന്നെ അവൻ്റെ അടിമ എന്നുള്ള നിലയ്ക്ക് മനുഷ്യൻ്റെ ബാധ്യത തൻ്റെ രക്ഷിതാവ്, തൻ്റെ ഉടമ, തൻ്റെ സൃഷ്ടാവ് പറഞ്ഞത് അംഗീകരിക്കാനുള്ളതാണ്. അതിന് തയ്യാറാവാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇങ്ങനെയൊക്കെ ന്യായവാദങ്ങൾ ഉന്നയിക്കാം. അതിനിവിടെ മറുപടി കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ രീതിയല്ല. അതിന് അള്ളാഹു പറഞ്ഞ മറുപടി കദാലിക ഖാലല്ലദീന മിൻ ഖബലിഹിം,
അല്ലെങ്കിൽ കദാലിക ഫഅലല്ലദീന മിൻ ഖബ്ലിഹിം, ഈ രണ്ട് രീതിയിലും ഖുർആൻ അത് പരാമർശിക്കുന്നുണ്ട്. ഇവരുടെ മുമ്പുള്ള ആളുകളും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ മുമ്പുള്ളവരും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദർ ഖലാ എന്താണ് എന്നത് ഇവിടെ ഖണ്ഡിതമായി അന്തിമമായി മനുഷ്യന് കണ്ടെത്താനോ തീരുമാനിക്കാനോ കഴിയാത്തൊരു സംഗതിയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനേ അവന് സാധ്യമുള്ളൂ. പക്ഷേ ഈ മനുഷ്യനോട് അവൻ്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു പറയുന്നു, നീ ഈ കളി കളിച്ചാൽ ഈ വാദഗതികളൊക്കെ നീ ഇവിടുന്ന് ഉന്നയിക്കുമെങ്കിലും പരലോകത്ത് വന്നിട്ട് ഇത് നിനക്ക് ഉന്നയിക്കാൻ കഴിയില്ല. കാരണം അവിടെ വെച്ച് ഞാൻ നിന്നെ പിടികൂടന്നെ ചെയ്യും എന്നൊരു മറുപടിയാണ് വിശുദ്ധ ഖുർആനായി ചെയ്യുന്നത്. അത് മനുഷ്യൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഉള്ളൊരു മറുപടി. മനുഷ്യന് അത് സാധ്യമല്ല, അതിന് മനസ്സിലാക്കാനുള്ള മാത്രമുള്ള കഴിവ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലില്ല. അതുകൊണ്ട് നിനക്ക് മനസ്സിലാവില്ല എന്നുള്ള. ഒരു എൻജിനീയറെ സംബന്ധിച്ചിടത്തോളം എൻജിനീയറിങ് അറിയാത്ത ഒരു മനുഷ്യൻ മാത്രമല്ല, എൻജിനീയറിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു വസ്തു എൻജിനീയറോട് ഇത് ചോദിച്ചാൽ എന്തായിരിക്കും ഈ എൻജിനീയർ പറയാം? അപ്പോൾ ഈ വസ്തുവിന് എൻജിനീയറുടെ പ്ലാനിങ് അറിയാൻ കഴിയില്ല. അപ്പോൾ ഈ വസ്തുവിന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, പക്ഷേ പ്ലാനിങ് ഉണ്ടാക്കിയ എൻജിനീയറാണ് ഇതിൻ്റെ വരും വരായികകൾ അതുപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റി പോലുള്ള സംഗതികളൊക്കെ തീരുമാനിക്കുന്നത്. ഇതിനേക്കാൾ വലിയ ഏറ്റവും വലിയ കഴിവുറ്റ എന്ന് പറഞ്ഞാൽ കഴിവുകൾക്ക് അന്തമില്ലാത്ത അറ്റമില്ലാത്ത എൻജിനീയറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അവൻ നിർണ്ണയിക്കുന്ന ഈ പ്ലാനിങ്ങിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യനില്ല എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഭാഗമാണത്. അത് ജബ്ബാറി പറയുന്നത് പോലെ എന്നാൽ അങ്ങനെ ആയിട്ട് ഇട്ടുകൊടുത്താൽ പോയിരുന്നു, തീരുമാനം ഇട്ടുകൊടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിക്കണതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനുഷ്യൻ്റെ കഴിവിൻ്റെ പരിധിയാണ് അത് കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെയാണ് ഖുർആനും കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അത് ഇവിടെ മനുഷ്യന് വ്യക്തമാക്കി കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്.